എനിക്ക് എപ്പോഴും പ്രയോറിറ്റി നമ്മളെ രാജ്യം എന്നുള്ളതാണ്. അപ്പം രാജ്യം എന്ന് പറയുമ്പോൾ സ്പോർട്സിൽ പോകുമ്പോൾ സ്പോർട്സിൻ്റെ താരങ്ങളാണ് രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക. അപ്പം പ്രയോറിറ്റി നമ്മൾ പ്ലെയേഴ്സിന് കൊടുക്കും. അപ്പോൾ അവർ നേട്ടങ്ങൾ ഉണ്ടാക്കണേ അവർക്ക് എല്ലാതരം സാഹചര്യങ്ങളും അതിനൊരുക്കണം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് അവരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നോക്കുക എന്നുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ അത് ഇനിയിപ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഒരു MP എന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇഷ്ടം പോലെ കേരളത്തിലെ എനിക്ക് തോന്നുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലേറ്റും കളിസ്ഥലങ്ങളിലുള്ള പ്രാദേശിക MP-യുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പം ഇവിടെ ഞങ്ങളുടെ പയ്യോളി സ്കൂൾ, ഞാൻ ഓടിക്കളിച്ച ഗ്രൗണ്ടായത് പയ്യോളി സ്കൂൾ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് എത്രയോ വർഷമായിട്ട് അതിൻ്റെ നടുക്കൊരു അമ്പലമുണ്ട്. ആ അമ്പലം എത്രയോ തവണ ഞാൻ ചുറ്റി ഓടിയിട്ടുണ്ട്, എത്രയോ തവണ. അതിന് എണ്ണം പറയാൻ പറ്റില്ല എത്ര തവണ ഞാൻ ഓടിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഓടുന്ന ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ അവിടെ നിന്നാണല്ലോ വളർന്നു വന്നത്. അപ്പോൾ എത്രയോ വർഷമായിട്ട് ആ അമ്പല കമ്മിറ്റിയും ആ സ്കൂളിലുള്ള ഈ PTA തമ്മിൽ കേസ് കിടക്കുന്ന കാരണം കൊണ്ട് അവിടെ ഒന്നും ഡെവലപ്പ് ആവാത്ത രീതിയിലായിരുന്നു അത് നടന്നിരുന്നത്. അപ്പോൾ അതിപ്പോൾ MP ആയതിനു ശേഷം അവരെ ഈ PTA ആൾക്കാരെയും അമ്പല കമ്മിറ്റിക്കാരെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരെ ചർച്ചക്കൊക്കെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അമ്പല കമ്മിറ്റിക്കാർ അത് സഹകരിച്ചുകൊണ്ട് പുതിയ ഒരു 5.5 കോടിയുടെ പ്രൊജക്റ്റാണ് അവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് സ്കൂളിൻ്റെ PTA ഇവിടുത്തെ MLA ഒക്കെ ഇടപെട്ടിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? 5.5 കോടി രൂപയോളം വരുന്ന അവരുടെ ഫുള്ള് ഡെവലപ്മെൻറ്റ്, ആ മൊത്തം ഏരിയ അങ്ങ് ഡെവലപ്പ് ചെയ്യും. കുട്ടികൾക്ക് ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ അവസരം ഒരുക്കുകയല്ലേ വേണ്ടത്. ഡെവലപ്മെൻറ്റിന് വേറൊരു രീതി കാണാൻ പാടില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതായി. രണ്ടാമത് ഞാൻ കേരളത്തിൽ വന്നിട്ട് ചെയ്യാൻ ശ്രമിച്ചത് കോർപ്പറേഷൻ ഗ്രൗണ്ട് തൃശ്ശൂരുള്ള 10-12 കോടി രൂപ മുടക്കിയിട്ട് ഖേലോ ഇന്ത്യൻ്റെ സ്കീമിൽ കൂടെ കൊണ്ടുവന്നിട്ട് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ആ കോർപ്പറേഷൻ അത് യെസ് പറഞ്ഞിരുന്നെങ്കിലും ഖേലോ ഇന്ത്യയുടെ MOU അവർ സൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല. പിന്നെ അവർ കൊടുക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ അത് ഒന്നും ഇല്ലാതാക്കി. അപ്പോൾ പിന്നീട് ഞാൻ ഈ പാലക്കാട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവരാനായിട്ട്. തീർച്ചയായിട്ടും അവിടെ നടക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സംഭവം കൊണ്ടുവരുമ്പോൾ അതിനെ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതി അതിനെ കാണാൻ പാടില്ല. അതിൽ പ്രത്യേക രാഷ്ട്രീയം കാണരുത്. നമ്മളെ നാട്ടിൽ അത് എവിടാന്നൊന്നുമില്ല, പയ്യോളി ആവണമെന്നില്ല, എവിടെയും. എൻ്റെ ആദർശ ഗ്രാമമാക്കി ഞാൻ എടുത്തിരിക്കുന്ന കോട്ടയം പലരും ചോദിച്ചിട്ടുണ്ട്, ഇന്ന് എൻ്റെ സ്വന്തം നാട് വഴിയായിട്ട് എന്തിനാ ഇപ്പോൾ കോട്ടയം എടുത്തത്? അങ്ങനെയില്ല, അത് നമ്മളെ കേരളമല്ലേ. പിന്നെ എന്ന് പറയുമ്പം സ്പോർട്സ് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നന്നാവണം. അതിന് നമ്മുടെ പ്രത്യേകിച്ച് ഒളിമ്പിക് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റാണെന്ന് കേരളത്തിന് പ്രത്യേകമൊന്നുമില്ല. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഈ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനുകളും എല്ലാം എനിക്ക് ഒരുപോലെ ആയിരിക്കണമല്ലോ. പക്ഷേ അതിനാണ് നമുക്ക് ഓരോ സ്റ്റേറ്റിലും ഒളിമ്പിക് അസോസിയേഷൻസ് അവർ ചെയ്യുന്ന പ്രൊജക്റ്റിനെ, അവർ ചെയ്യുന്ന ഓരോ പരിപാടിയും ആത്മാർത്ഥമായിട്ട് തീർച്ചയായിട്ടും ഞാൻ സഹായിക്കും. അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് അവർക്ക് ഏത് രീതിയിലും എൻ്റെ സഹായം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് കേരളത്തിലും ഉണ്ടാവും, മറ്റുള്ള സ്റ്റേറ്റിലും ഉണ്ടാവും. മെഡല് ഇനി കിട്ടും. നമ്മൾ ഇപ്പോൾ മെഡല് കിട്ടലായിരുന്നു പ്രധാനം. ഇതുവരെ ഞാൻ മിൽഖ സിംഗ് 1/10 സെക്കൻഡിന് മിസ് ചെയ്ത്, ഞാൻ 1/100th സെക്കൻഡിന് മിസ് ചെയ്ത്. പിന്നെ ഇപ്പോൾ അതിന് ശേഷം നീരജ് ചോപ്ര വന്നിട്ട് ഗോൾഡ് മെഡൽ ഇപ്പോൾ വിൻ ചെയ്ത്. അതിനുശേഷം കുറേ ജാവലിന് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ നമുക്കും മെഡലുകൾ ഒളിമ്പിക്സിൽ നേടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2036 ഒളിമ്പിക്സ് ബിഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, നടത്തണം. അപ്പോൾ അങ്ങനെ നടക്കുമ്പം ആ ഒരു വിത്തിൻ 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വിത്തിൻ 10ൽ നമുക്ക് എത്താൻ പറ്റണം. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എത്താൻ പറ്റും. നമ്മളെ സിസ്റ്റം ഒരു കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടും പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മളെ ഇന്ത്യയിൽ സ്പോർട്സ് സയൻസിന് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണുള്ളത്. കുറച്ചും
കൂടി സ്പോർട്സ് സയൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ പിന്നെ ട്രെയിൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഞാനൊക്കെ അന്നൊക്കെ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ടാലൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവരുടെ ടാലൻറ്റ് സ്കൗട്ടിങ്, അവരുടെ ലോങ് ടേം ഒരു പ്രോസസ്സ് കൂടെ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന രീതി, ഫോക്കസിങ് ഫുള്ളി പിന്നെ അവരെ അതിലേക്ക് സിംഗിൾ മൈൻഡഡ് ഫോക്കസ് ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഇനി വരും ഫ്യൂച്ചറിൽ നമ്മൾ സ്പോർട്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.